സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഒറട്ടൈൽ 2. അപ്പോൾ ഒറട്ടൈൽ 2ലെ പാർട്ട് 1 എപ്പിസോഡാണ് ഗൈസ് ഇത്. ആദ്യം തന്നെ മിസ്സിങ് ചൈൽഡിൻ്റെ ഒരു പോസ്റ്ററൂടെ കാണിച്ചിട്ടുണ്ട്. സമന്ത എന്നാണ് പേര്. അപ്പോൾ ഇവരെ കണ്ടുപിടിക്കാൻ എനിക്ക് അറിയില്ല ഗൈസ്. അപ്പോൾ ഫസ്റ്റ് കാണാത്തവരുണ്ടെങ്കിലും ഫസ്റ്റ് കണ്ടിട്ട് വരാം, എന്നാലാണ് ഇതിന് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു ഗൈസ്. ഫസ്റ്റത്തെ പാർട്ടിയിൽ ഇതാണ് ഗൈസ് കാണിച്ചിട്ടുണ്ട്, ഒറട്ടൈൽ നമ്പർ 1. നമുക്ക് നോക്കാം ഗൈസ്. ഓ ഗൈസ്, നമ്മളിങ്ങനെ ഫസ്റ്റ് കാണാത്തിട്ടെന്തെങ്കിലും എങ്ങനെയാണ് സംഭവം കഥ. നമ്മൾ സൈക്കിളോട്ടിൽ നിന്ന് നമ്മൾ കിഡ്നാപ്പർ തൂക്കി വീട്ടിലിട്ട് പിന്നെ അവിടെ ഇറക്കണ സംഭവങ്ങൾ സമന്ത സ്റ്റോൺ ഇവരാണ് കാണാണ്ടിരിക്കുന്നത്. ഇവരും പിന്നെ നമ്മുടെ എലിയമ്മ എന്ന് വെച്ചാൽ എലിയല്ല ബില്ലിയമ്മ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട്സാണ്, സ്കൂളിലെ ഫ്രണ്ട്സാണ്. അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് ഗൈസ്. നമ്മളിതുപോലെ ഗൈസ് ഓർക്കുന്നുണ്ട് ഗൈസ്, ഇത് നമ്മുടെ ഹരിയാണ് ഗൈസ്. ഹരിയിലെ ലാസ്റ്റ് നമ്മൾ കിഡ്നാപ്പർ തൂക്കിയായിരുന്നു നൈറ്റ്. നമ്മളിവിടെ പൊക്കത്ത് ഹരിയുടെ ഐഡിയയിൽ കുറേ ട്രാപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ച്, പക്ഷെ അവനെ പിടിച്ചിട്ടുണ്ടായി ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ അവനെ രക്ഷിക്കണം. ഇത് ഗൈസ് നമ്മളവിടെ നിൽപ്പുണ്ട് ഗൈസ്. ലാസ്റ്റ് ഇങ്ങനെയാണ് ഗൈസ് എപ്പിസോഡ് തീർന്നത്. നമ്മളെ പിടിച്ചോന്നറിയില്ല ഗൈസ്, നമ്മളെ കണ്ടു. നമുക്ക് പിന്നെ നോക്കട്ടെ ഗൈസ്. നമ്മളെ ചിലപ്പോൾ പിടിച്ചിട്ടുണ്ടാവും. പിടിച്ചിട്ട് എന്താ ചെയ്തതെന്ന് നമുക്ക് ഒരു പിടുത്തമില്ല. നമുക്ക് എന്തെങ്കിലും ഗെയിം സ്റ്റാർട്ട് ആവട്ടെ ഗൈസ്. നമ്മളൊരു ഉറക്കത്തിൽ നിന്ന് എണീച്ച് ഗൈസ് നമ്മളൊരു സെല്ലിലാണ് ഗൈസ്. നമ്മൾ സെല്ലിൽ പൂട്ടിയിട്ടേക്കാനാണ്. ഇതെന്താണ് അണ്ടർഗ്രൗണ്ട് സെല്ലാണ് ഗൈസ്. അണ്ടർഗ്രൗണ്ട് ഒരു സെല്ലാന്ന് നോക്കണ്ട ഗൈസ്. നമ്മൾ ഇനി ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം ഗൈസ്. നമ്മളിവിടെ എന്തൊക്കെയും ട്രാപ്പായിട്ടുണ്ട്. ഇത് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് എന്താ ഉള്ളതെന്ന് നോക്കട്ടെ ഗൈസ്. സെല്ലെന്തോ ഗൈസ്. ഇവിടെ ഒരു ഡേട്ട് കാണിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഡേട്ട് ചിലപ്പോൾ ഇനി ഇത് എന്ത് ചെയ്യണം, കുഴിച്ചൊല്ലം പോകണം ഗൈസ്. കുഴിക്കാൻ വേണ്ടി ഷവല് വേണം. അറിയില്ല ഗൈസ്, വേറൊന്നും നമുക്ക് കാണിക്കില്ല ഗൈസ്. പിന്നെ ഇവിടെ സ്റ്റോൺ വാള് ഓ ഗൈസ്, നമുക്ക് സ്റ്റോൺ ഇവിടുന്ന് ഇളക്കിയെടുക്കാൻ പറ്റൂട്ടോ ഗൈസ്. അതിൻ്റെ അപ്പുറത്ത് എന്താ കളിയെന്ന് അറിയില്ല. നമുക്ക് അപ്പുറത്ത് എന്തെങ്കിലും കിട്ടായിരിക്കും. ചിലപ്പോൾ ഷവൽ കിട്ടാൻ ചാൻസ് ഗൈസ്. ഷവലിരിപ്പുണ്ട് ഗൈസ്. ഷവലിന് ചെറിയൊരു ഭാഗം ഞാൻ കാണുന്നുണ്ട് ഇവിടെ തന്നെ. ആ ഷവൽ എടുക്കാൻ പറ്റുമെന്ന് ഗൈസ്. നമുക്ക് എന്തെങ്കിലും അപ്പുറത്തേക്ക് പോയി നോക്കട്ടെ ഗൈസ്. ഇവിടെ ഒരു ഷവലിരിപ്പുണ്ട്, പിന്നെ വേറൊരു നോട്ട് ഇരിപ്പുണ്ട് ഗൈസ്. നോട്ട് എന്താ നോക്കട്ടെ ഗൈസ്. നോട്ടെന്ന് വെച്ചാൽ ഇവിടെ ഈ സെല്ലിനകത്ത് നമ്മുടെ ഫ്രണ്ട്സ് ബില്ലിയമ്മേനാണ് പിടിച്ചിട്ടത് ഗൈസ്. അപ്പോൾ അവരെഴുതിയ നോട്ടാണത്, വേറൊന്നുമല്ല ഗൈസ്. വേറൊന്നും സംഭവമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇവിടുന്ന് എസ്കേപ്പ് ആണ്. ഹിൻ്റൊക്കെ കണക്ക് കുറേ സംഭവങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഈ ഗെയിമിൽ കുറേ സംഭവങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. നമുക്ക് എന്തെങ്കിലും ഇത് സാധനം കുഴിക്കട്ടെ ഗൈസ്. കുഴിച്ചിട്ട് ഗൈസ് ഒരു ടണൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി എന്തെങ്കിലും ഈ ടണലിൽ കൂടെയൊക്കെ നമ്മൾ എസ്കേപ്പ് ആവേണ്ടത് ഗൈസ്. ഓ ഗൈസ്, നമ്മൾ ടണലിൽ കൂടെ പൊക്കത്തുന്നുണ്ട്. ഓ നമ്മൾ ശരിക്കും നല്ലൊരു കുഴിക്കാരനാണ് കണ്ടത്. നമ്മളാണ് അത്രമാണ് ഒറ്റ കുഴിച്ചത് ഗൈസ്. പിന്നെ ഇവിടെ നിന്ന് ഒരു കൈയുടെ പടം കാണിച്ചിട്ടുണ്ടില്ല ഗൈസ്. അത് നമ്മുടെ പിക്മെൻ്റ് ആ ബ്രിക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെയൊക്കെ ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചുകൂടെ ഗൈസ് നമുക്ക് വേണ്ടിയിട്ട് ഗൈസ്. പിന്നെ ഇവിടെ കുറേ സെല്ലുണ്ട് ഗൈസ്. ദേ ഗൈസ്, ഈ സെല്ലിനകത്ത് വേറെ ഏതാണ്ട് കൊച്ചു ഗൈസ് സമന്ത ഗൈസ്. നമ്മുടെ പേര് ഓൾറെഡി അറിയാട്ടോ. നമ്മൾ ടോം അല്ലേന്ന് വെക്കണാണ്. നമ്മൾ വെക്കണ എങ്ങനെ അറിയാം? ഓഫീസ് റൂമിൽ ഡയറക്ടറിൻ്റെ ഇതെന്താണത്? ഓ നമ്മൾ ക്ലാസ് സ്കിപ്പ് ചെയ്ത കേസാണ് ഗൈസ്. നമ്മൾ ക്ലാസ് സ്കിപ്പ് ചെയ്തപ്പോൾ ഓഫീസിൽ അവൾ ഉണ്ടായിരുന്നെന്നാണ് പറയണത്. ഓക്കെ, സമന്ത അല്ലേ നോക്കിയിട്ടുണ്ട്. അതെ അവൾ സമന്ത. നമ്മൾ പോസ്റ്ററിലൊക്കെ കണ്ടിട്ടുണ്ട്. സമന്ത. Wait, how did you end up here? That guy with the rabbit mask caught me off guard. I woke up here. Later, he brought Billy and Emma. They prayed all the time. Rabbit number. It didn't help. Oh, Billy Emma. Oh, first ഇവളാട്ടാ വന്നത് ഗൈസ്. ഫസ്റ്റ് ഇവളെ വന്നത്, പിന്നെയാണ് ബില്ലി എമ്മയെ വന്നത്. പക്ഷെ ബില്ലി എമ്മേനെ ഡോളാക്കിയിട്ട ഗൈസ്. നമ്മൾ കണ്ടാണ്. ഓ ഫസ്റ്റ് ഇവളായിട്ട് ഐസ് വന്നത്. നമ്മൾ ചോദിക്കണ്ട ഫസ്റ്റ്. അപ്പം നീല വന്നതിനൊക്കെ ചോദിക്കേണ്ടത് ഗൈസ്. ഓ ഓ ഗൈസ്, അവളുടെ കാലവിടെ പൂട്ടിയിട്ടുണ്ട്. നമ്പർ അതാണ് സംഭവം. നമ്മളെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ചാൻസ് ഇല്ലാന്നാണ് അവള് പറയണേ. ഓ നമ്മുടെ ഹാരി ഇന്നലെ നൈറ്റ് ഫുൾ ഇവിടെ എസ്കേപ്പ് ആകാൻ വേണ്ടി നോക്കി, നടന്നില്ല. ഹരിക്ക് നടന്നില്ലെങ്കിൽ നമ്മൾ പോയി എൻജോയ് ചെയ്യാനാണ് പറയണത്. ഇല്ല ഗൈസ്, നമ്മൾ പോകണമെങ്കിൽ ഇവിളെയും കൊണ്ട് പോകും ഗൈസ്. ഓ നമ്മളൊരു വാക്കി ടോക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളൊരു വാക്കി ടോക്കി എന്തെങ്കിലും ഇവൾക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫാം ഹൗസിൽ പോയിട്ട്
പിക്ക് എന്നാണ് പറയണത്. ഗുഡ് ലക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ നമ്മളെന്തെങ്കിലും ഇവിടെ എസ്കേപ്പ് ആവണം. അപ്പോൾ ഇവിടെ നമ്മളിവിടെ എസ്കേപ്പ് ആണെങ്കിൽ ഇവിടെയും കൊണ്ടുപോകാം ഗൈസ്. നമ്മളിപ്പോൾ എന്തെങ്കിലും എസ്കേപ്പ് ആയി അത് വേറെ കാര്യം. പിന്നെ അതൊന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. നമുക്ക് ചാടാൻ പറ്റില്ല, ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഗൈസ്. നമുക്ക് ഡോറുണ്ട്, ഡോറ് തുറന്നു നോക്കട്ടെ ഗൈസ്. ഇത് അണ്ടർഗ്രൗണ്ട് ഗൈസ്. പെട്ട് ഗൈസ്, പെട്ട് ഫസ്റ്റ് തന്നെ പെട്ട്. ഒയ്യോ കോടാലി കയറണ ഗൈസ്. കിട്ടി. ജസ്റ്റ് മിസ്സഡാ ഗൈസ്. ഓടിക്കോ ഗൈസ്. എന്തെങ്കിലും ഞാൻ ഇവിടെ എന്തെങ്കിലും എസ്കേപ്പ് ആവട്ടെ ഏട്ടാ. പെട്ട് ഗൈസ്. ഈ സ്ഥലം മനസ്സിലായി. നമ്മൾ ആദ്യം വന്നപ്പോൾ നമ്മൾ നെയിലെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് കൂടെ പോയില്ല, ആ സ്ഥലമാണ് ഗൈസ് ഇത്. ഗൈസ് മിക്കവാറും പെട്ട്. ഈ വഴിയാണ് കഴിഞ്ഞ കളി കണ്ടവർക്കറിയാം. ഇവിടെ വെച്ച് നമ്മൾ 2-3 പ്രാവശ്യം പബ്ലിക് കിഡ്നാപ്പറെ പിടിച്ചത്. ഈ വഴിയാണ് ഗൈസ്, കുറച്ച് സീനാണ് ഗൈസ്. മിക്കവാറും പെടുമെന്നാണ് ഗൈസ് തോന്നണത്. എനിക്കൊന്നും കണ്ട ഇത് ഹിൻഡാന്ന് തോന്നുന്നു ഗൈസ്. ഹിൻഡ് നോക്കിയിട്ട് പോകണം. നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് നോക്കാം കേട്ടോ. റൈറ്റ് എടുത്തിട്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും അടുത്ത് ലെഫ്റ്റ് എടുക്കുക. ഇത് ഗൈസ് ഇത് ഏത് വഴിയാണെന്നൊരു പിടുത്തില്ല ഗൈസ്. നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് ഗൈസ്. മിക്കവാറും പിടിക്കും ഗൈസ്, പിടിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇത് നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് ആ വഴി തന്നെ വന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് ഗൈസ്. ഇത് ആ വഴി തന്നെയാണ് ഗൈസ് നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് വന്നേ ഗൈസ്. നമുക്കിനി ഇവിടെ നിന്ന് നമ്മൾ റൈറ്റിലെടുത്ത് ഗൈസ്. ഇവിടെ എന്തെങ്കിലും ലെഫ്റ്റ് എടുത്ത് നോക്കട്ടെ ഗൈസ്. കണ്ട ഗൈസ് ലെഫ്റ്റ് എടുക്കുക ഗൈസ്. ലെഫ്റ്റ് എടുത്ത് ഗൈസ് ഇത് മനസ്സിലായില്ല ഗൈസ്. ഇത് നമ്മൾ മറ്റേ നെയിലെടുത്ത സ്ഥലമാണെന്ന് തോന്നുന്നു ഗൈസ്. ഫസ്റ്റത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവും. ഫസ്റ്റത്തെ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലും പോയി കാണുക ഗൈസ്. എൻ്റെ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്, പോയി കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് പോയിട്ട് അത് കാണും. അല്ല അത് കണ്ടിട്ട് ഇതുകൊണ്ട് കണ്ടിട്ട് കാര്യമില്ല ഗൈസ്. അത് കണ്ടിട്ട് ഇതൊന്നും കണ്ടാലും നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ ഗൈസ്. അതാണ് ഗൈസ്. ഇത് നമുക്കിനി മെയിലിൽ ഇവിടെ നോക്കണമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഫുള്ളും സെർച്ച് ചെയ്യണം. നമുക്ക് എന്തൊക്കെ കിട്ടുമോ അതൊക്കെ നമ്മളൊരു സ്ഥലത്ത് കൂട്ടിയിടണം. അതാണ് മെയിൻ. കഴിഞ്ഞ കളി കളിച്ചവർക്ക് എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ പിന്നെ മറന്നു പോകാം ഗൈസ്. നമുക്കിവിടെ ഫുള്ളും സെർച്ച് ചെയ്യണം. ഫുള്ളും സെർച്ച് ചെയ്തിട്ട് നമുക്ക് വേണം. പിന്നെ ഇനി ഇങ്ങോട്ടേക്ക് ഒന്നും സെർച്ച് ചെയ്യാൻ പറ്റില്ല ഗൈസ്. അതാണ് ഇപ്പോൾ ഈ ഏരിയയിൽ ഇപ്പോൾ ഒന്നുമില്ല ഗൈസ്. നമുക്ക് പിന്നെ എന്തെങ്കിലും അപ്പുറത്തെ ഏരിയ പോയി സെർച്ച് ചെയ്യട്ടെ ഗൈസ്. അതിന് മുന്നേ നമുക്ക് ഫാം ഹൗസിൽ പോകണം. ഫാം ഹൗസിൽ പോയിട്ട് നമുക്ക് വാക്കി ടോക്കി പിക്ക് ചെയ്യാനുണ്ട്. ഇതൊന്നും എടുക്കാൻ പറ്റില്ല ഗൈസ്. ഇവർക്ക് സെറ്റ് ചെയ്തു ഗൈസ്. നമുക്ക് എന്തെങ്കിലും വീട്ടിലോട്ട് കയറി നോക്കട്ടെ ഗൈസ്. ഈ വീട് ബ്ലോക്കഡാണ്, വീട്ടിലോട്ട് കയറാൻ പറ്റില്ല ഗൈസ്. നമുക്കിനി മാപ്പ് എടുത്ത് എൻ്റെ ഫാമിലിയായിട്ട് പോകട്ടെ. ഫാമിലി നമുക്ക് വാക്കി ടോക്കി പിക്ക് ചെയ്യണം. പിന്നെ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഗൈസ്. നമുക്ക് എന്തെങ്കിലും വാക്കി ടോക്കി പിക്ക് ചെയ്ത് നോക്കാം. അതേ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഗേറ്റ് ഗൈസ്. ഇവിടെ ഉണ്ടോ റാബിറ്റ് മോൺസ്റ്റർ? ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഗൈസ്. നമുക്കിവിടെ എന്താണ് കണ്ട് ഗൈസ്? ടാപ്പാണ് ഗൈസ്. നമുക്കൊരു ടാപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് എന്തെങ്കിലും ബാസ്ക്കറ്റിൽ കൊണ്ടുവന്നിടാം. കിട്ടുന്നതെല്ലാം കൊണ്ടുവന്നിടാം ഗൈസ്. അല്ലെങ്കിൽ പിന്നെ മറന്നു പോകാം ഗൈസ്. ലാസ്റ്റ് ആകുമ്പോൾ എല്ലാം നമുക്ക് കിട്ടുന്നതെല്ലാം ഫ്രണ്ടിൽ കൊണ്ടുവന്നിടാം. നമുക്ക് ഈ ഡോർ തുറക്കാൻ പറ്റും ഗൈസ്. ഗൈസ് നമുക്ക് വാക്കി ടോക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഗൈസ് ഓർമ്മയുണ്ട് നമ്മൾ ഇവിടെ നിന്നാണ് ഫസ്റ്റ് എപ്പിസോഡ് കളി തുടങ്ങി. പിന്നെ ഇവിടെ എന്താണ് ഗൈസ് എന്താ സംഭവം? മോൺസ് ഗൈസ് നമ്മൾ വാക്കി ടോക്ക് കിട്ടിയപ്പോൾ തന്നെ സാമിനെ വിളിച്ചിട്ടുണ്ട്. കേട്ടോ. സാമിൻ്റെ സംസാരം ഗൈസ്. ഗൈസ് എന്താണെന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ ഗൈസ്. പറഞ്ഞുതരാം ഗൈസ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമും നമ്മുടെ കിഡ്നാപ്പറും ഒരുമിച്ചായിരുന്നു ഫുഡ് കഴിക്കണം ഗൈസ്. ഇതെന്താ ഗൈസ്? ലൈറ്ററാ. ഗൈസ് നമുക്ക് ലൈറ്ററും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമും നമ്മുടെ കിഡ്നാപ്പറും ഒരുമിച്ചാണ് ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മളതിനകത്ത് ഉറക്ക ഗുളിക ഫുഡിനകത്ത് കലക്കാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അതിന് ഉറക്ക ഗുളിക വേണം. ഉറക്ക ഗുളിക ആണെങ്കിൽ ഗൈസ് നമ്മുടെ സ്കൂളിൽ നമ്മുടെ ടീച്ചറൊക്കെ ഈ പിള്ളേരെ ഇതാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാൻ അതിനാ പിള്ളേർ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈസ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു ഒരു നോട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് എന്തെങ്കിലും താക്കോല് ബാസ്ക്കറ്റിൽ കൊണ്ടുവന്നിടാം. എന്തിൻ്റെ താക്കോലാണെന്ന് അറിയില്ല ഗൈസ്. ചിലപ്പോൾ ആ നോട്ടിനകത്ത് ഉണ്ടാവുമായിരിക്കും ഗൈസ്. അതോ നമ്മുടെ വീടിൻ്റെ താക്കോലാണ് ഗൈസ്. നമുക്ക് നോക്കടാം. അല്ല ഗൈസ്, വീടിൻ്റെ താക്കോലല്ല. എന്തെങ്കിലും ബാസ്ക്കറ്റിൽ കൊണ്ടുവന്നിടാം. ബാസ്ക്കറ്റ് കൊണ്ടുവന്നിട്ട് എന്താ നോട്ട് നോക്കട്ടെ. ബാസ്ക്കറ്റ് ഫുള്ളാണ് ഗൈസ്. നമുക്ക് എന്തെങ്കിലും എടുത്ത് നമുക്ക് ടാപ്പ് എന്തൊക്കെയല്ലേ ഇവിടെ എടുത്തിട്ടാ ഗൈസ്. നമുക്ക് എന്നിട്ട് ഈ സ്കൂൾ കീ ലൈറ്റർ ഇടാം ഗൈസ്. സ്കൂൾ കീ എന്നാട്ടാ ഗൈസ് ഇതിനെ കൊടുത്തേക്കാണ് ഗൈസ്. അപ്പോൾ സ്കൂളിലെ കീ ആയിരിക്കും ഗൈസ്. നമുക്ക് എന്തൊക്കെയും ഇതെന്താ നോട്ട് എന്താ നോക്കട്ടെ ഗൈസ്. നമ്മുടെ അമ്മ ഇതേക്ക് നോട്ടാട്ടാ ഗൈസ്. അമ്മ ഇതേക്കുന്ന നോട്ടാണ്. സംഭവം എന്താ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. നോട്ടിൽ അമ്മയും സ്കൂളിലെ ടീച്ചർമാരൊക്കെ നമ്മുടെ ബില്ലിയും മേനയും സമന്താനം കാണുള്ളല്ലോ. അപ്പോൾ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ അന്വേഷണത്തിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ലൈബ്രറിയിൽ പോയിട്ട് സ്കൂളിലേക്ക് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ലൈബ്രറിയിൽ പോയിട്ടിരുന്ന് പഠിക്കാനാണ് പറഞ്ഞേക്കണത് ഗൈസ്. അപ്പോൾ നമ്മൾ മറ്റേത് സംഭവം എന്ന് വെച്ചാൽ സമന്ത പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പോൾ ഇത് വേണമല്ലോ നമുക്ക് ഉറക്ക ഗുളിക സ്കൂളിലുണ്ട്. അപ്പോൾ സ്കൂളിൽ ടീച്ചർ ഈ പിള്ളേരെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്
ടോർച്ചർ വേണ്ടി ടീച്ചറിൽ കുറേ സാധനങ്ങളുണ്ട്, മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഉറക്ക ഗുളിക ഉണ്ടാവും എന്നാണ് നമ്മുടെ ടോമ് പറയണത്. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ലൈബ്രറിയിൽ പോയിട്ട് പഠിക്കാൻ വേണ്ടി അമ്മ പറയട്ടെ. പിന്നെ അമ്മ പറയട്ടുണ്ട് വീട്ടിലോട്ട് കയറണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. വീട് ലോക്കഡാണ്, നമുക്ക് എന്തെങ്കിലും ഫുള്ള് സെർച്ച് ചെയ്യണം കേട്ടോ. ഇതൊക്കെ ഫുള്ള് ക്ലാസ് റൂമാണ്, നമ്മുടെ ക്ലാസ് റൂമാണെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ഒന്നുമില്ല ഗൈസ്. നമുക്കിവിടെ ഫുൾ ഗൈസ് ചെറിയ ശബ്ദം കേൾക്കണ്ട കേട്ടോ അവൻ്റെ. പിന്നെ നമ്മുടെ അടുത്തുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഇവിടെ ഫുള്ള് സെർച്ച് ചെയ്തിട്ട് പോകാം. പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ ഗൈസ്. ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഗൈസ് നമ്മുടെ അടുത്തുണ്ട് ഗൈസ്. ഓ സമന്ത വെയിറ്റിംഗ് ഫോർ യു എന്നൊക്കെ പറയണ്ട ഗൈസ്. ടോം നമ്മളെയാണ് അന്വേഷിക്കണത് ഗൈസ്. അവൻ കിട്ടില്ല മോനെ, നമ്മളെയൊന്നും കിട്ടില്ല ഗൈസ്. ഈ ഗെയിമിനകത്ത് ഗണ്ണ് കൊണ്ടിരുന്നു ഗൈസ്. ഗണ്ണുണ്ടെങ്കിൽ പുളിയാന ഗൈസ്, വേറെ ലെവലായന ഗൈസ്. ഗൈസ് ഈ ഡോറടി വെച്ചിട്ട് ഞാൻ ചെറുതായിട്ട് പേടിക്കണ്ട ഗൈസ്. മെഡിക്കൽ റൂം. ഇവിടുത്തെ കീ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട. മെഡിക്കൽ റൂം ഇവിടെ ഉണ്ട്, നമുക്ക് ഇവിടെ നിന്നായിരിക്കും നമുക്ക് ആ മെഡിസിൻ കളക്ട് ചെയ്യേണ്ട. ഇതൊക്കെ ക്ലോസ് ആണ്. നമുക്ക് എന്തെങ്കിലും പൊക്കത്തായിട്ട് പോകട്ടെ ഗൈസ്. പൊക്കത്ത് സ്കൂളിൽ കുറേ റൂമുണ്ട്, അതൊക്കെ മൊത്തം നമ്മൾ സെർച്ച് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഇവിടെ എത്ര റൂമുണ്ടെന്ന് അറിയില്ല ഗൈസ്. ഇതൊക്കെ ലോക്കാണ്. ഇവിടെ ഗൈസ് ഇതുണ്ട് ഗൈസ്, ഈ റൂമുണ്ട്. ഇത് ഗൈസ് ഇതെന്താ ഗൈസ്? ഇത് വെൻ്റാ ഗൈസ്. ഈ വെന്റിലേറ്റ് പോവാൻ ഇവിടെ സംതിങ് എന്തെങ്കിലും വേണം. സ്ക്രൂ ഡ്രൈവർ ചിലപ്പോൾ വേണ്ട വരുമായിരിക്കും ഗൈസ്. അവിടെ വെന്റ് തുറക്കാൻ വേണ്ടിയിട്ട് അതേ ഗൈസ് പെട്ട് ഇല്ല ഗൈസ്. വേറെ വഴിയുണ്ട് ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഈ വഴി അപ്പുറത്തേട്ട് ആ വഴി ഉണ്ട് കറങ്ങി വരട്ടെ. അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഗൈസ്, നമുക്ക് ആ സ്റ്റെപ്പ് കയറി നോക്കട്ടെ ഗൈസ്. നമുക്കപ്പം മെഡിസിനും വേണം, പിന്നെ നമ്മുടെ സമന്തയുടെ കാലവിടെ അവർ കെട്ടിയിടുകയാണ്. അപ്പോൾ അത് മുറിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയിൻ കട്ടറോ അങ്ങനെ എന്തെങ്കിലും സംഭവം കൂടി കണ്ടുപിടിക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ മെഡിസിനും ചെയിൻ കട്ടറും വേണം, അതാണ് ഗൈസ് നമുക്ക് മെയിൻ. അപ്പോൾ മെഡിസിൻ എടുക്കണമെങ്കിൽ അവിടെ ഇനി ഒരു താക്കോല് കണ്ടുപിടിക്കണം കേട്ടോ. മെഡിസിൻ്റെ റൂം നമ്മൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ട്. ഇത് ഗൈസ് ഇങ്ങോട്ടേക്കൊക്കെ ഒരു വഴിയുണ്ട് ഗൈസ്. അടിയിലായിട്ട് വേറൊരു സ്റ്റെപ്പ് ഗൈസ്. ഓ ഗൈസ് ഇതാണ് ഗൈസ് ലൈബ്രറി. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ലൈബ്രറി എന്താണത്, ബയോളജി ടെക്സ്റ്റ് ബുക്ക്. ഇതൊക്കെ വായിക്കാനാണ് അമ്മ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണത് ഗൈസ്. നമുക്ക് സമയമില്ല ഗൈസ്, നമുക്ക് സംബന്ധനെ രക്ഷിക്കണം. ഇത് ഗൈസ് ഇവിടെ ഹിസ്റ്ററി നോട്ട്ബുക്ക് വേണ്ട ഗൈസ്. ഇതൊന്നും നമുക്ക് വായിക്കാൻ സമയമില്ല ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഗൈസ് നമ്മുടെ അടുത്തുണ്ടെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. നമ്മുടെ അടുത്തുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. പെട്ട് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കറക്കി രക്ഷപ്പെടാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. കണ്ട് ഗൈസ് നമുക്ക് എന്തെങ്കിലും ഈ വഴി പോട്ടെ ഗൈസ്. ഇപ്പുറത്തെ വഴി കറക്കട്ടെ ഗൈസ്. ഗൈസ് പെട്ട് ഗൈസ്. സംഭവം ഞാൻ ആ വഴി കറക്കാനാണ് ഗൈസ് ഉദ്ദേശിച്ചത്, പക്ഷെ അവിടെ നിന്ന് ഫുൾ അത് ലോക്കായിരുന്നു. മനസ്സിലായില്ലേ ഗൈസ്? ആ മൂലൊക്കെ ലോക്കായതുകൊണ്ട് ഗൈസ് നമ്മളിവിടെ പെട്ട്. നമ്മൾ സെല്ലിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഇവിടെ നിന്നൊരു എസ്കേപ്പ് ആവാം. ഗൈസ് ആ മണ്ടനാട്ടവൻ ഈ ടനലിലെ പൊക്കത്തൊരു സാധനം കൊണ്ട് മൂടി വെച്ചേക്കണം. നമ്മളെന്താ പൊട്ടന്മാരാ ഗൈസ്. സംബന്ധം അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവളിപ്പോൾ എന്തെങ്കിലും ഒന്നും മിണ്ടുള്ള, നമുക്ക് എന്തെങ്കിലും കയറട്ടെ ഗൈസ്. മിക്കവാറും ഇവിടെയാണ് നമ്മൾ പെടാൻ പോണ ഗൈസ്. ഇല്ല ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ലെഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ വന്നിട്ട് ഈ സിഗ്നലിൽ ഇവിടെ നിന്ന് ലെഫ്റ്റ് നേരെ പോയാൽ മതി ഗൈസ്. ഗൈസ് വഴി പഠിച്ച് ഗൈസ്. വഴി നമ്മളിപ്പോൾ എന്തെങ്കിലും പഠിച്ച് ഗൈസ്. നമുക്ക് എന്തെങ്കിലും പൊക്കത്തിട്ട് പോവാം. നമുക്ക് ഈ ചെയിൻ കട്ടർ കണ്ടുപിടിക്കണം, പിന്നെ ഓർക്ക ഗുളിക, വേറൊന്നും കണ്ടുപിടിക്കണം ഗൈസ്. നമ്മൾ ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം ഗൈസ്. അതാണ് ഗൈസ് പണി. നമുക്കിനി എന്തെങ്കിലും കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് എന്തെങ്കിലും ഈ ലെയർ ഫുള്ള് സെർച്ച് ചെയ്യാം ഗൈസ്. എന്നാൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ടല്ലോ ഗൈസ്. നമുക്ക് പിന്നെ കുറേ സ്ഥലത്തോട്ട് പോകാനുണ്ട് ഗൈസ്. ഏതൊക്കെ മാപ്പ് ഞാൻ നോക്കിയില്ല മര്യാദക്ക്. അപ്പോൾ എന്തെങ്കിലും അതും നോക്കട്ടെ ഗൈസ്. നമുക്ക് ഇവിടെയൊക്കെ ഫുള്ള് സെർച്ച് ചെയ്യാം. ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഇതെന്താ ഗൈസ്? ഗൈസ് നമുക്ക് ഇവിടെ ഒരു മാഗ്നറ്റ് ഇരിക്കണ്ട കേട്ടോ. സ്റ്റഡി ഫോർ എൻ്റെ പൊന്നോ, ഒരു ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ മാഗ്നറ്റ് എടുക്കണമെങ്കിൽ കയ്യും കൊണ്ട് എടുത്താൽ പോരെ ഗൈസ്. ഇല്ല, നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യണമെന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്ക് പിന്നെ അവിടെ നിന്ന് റീഡ് ചെയ്യാനാണ്. നമ്മുടെ ലൈബ്രറിയിൽ വല്ലതും ആയിരിക്കും ഗൈസ്. അവിടെ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് റീഡ് ചെയ്ത് നോക്കണമായിരിക്കും ഈ സംഭവം എടുക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും കിട്ടുമായിരിക്കും ഗൈസ്. ഗൈസ് ഇല്ല ഗൈസ് ഇപ്പോൾ മിക്കവാറും ഫൈറ്റ് കോടേം ചെയ്യാൻ നമുക്ക് തന്നെ ഗൈസ്. ഇല്ല ഗൈസ്, നമുക്ക് എന്തെങ്കിലും എസ്കേപ്പ് ആവും ഗൈസ്. നമുക്ക് ഇനി എന്തെങ്കിലും കുറേ സാധനങ്ങൾ കുറേ സ്ഥലത്ത് പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യാനുണ്ട് ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഫുള്ള് സെർച്ച് ചെയ്യണം. അതിന് മുന്നോടിയായിട്ട് ഗൈസ് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കണം ഗൈസ്. അയ്യോ ഗൈസ് എൻ്റെ ജസ്റ്റ് ലക്ക് ഗൈസ്. ജസ്റ്റ് ലക്കിലാണ് നമ്മൾ എസ്കേപ്പ് ചെയ്ത് അവിടെ നിന്ന്. ഇല്ലെങ്കിൽ ഇപ്പോൾ പിടിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇവിടുന്ന് പോട്ടെ ഗൈസ്. ലെയറിൽ നിന്ന് പോയി. ഇവിടെ വേറെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഫുള്ള് നമ്മൾ നോക്കി ഗൈസ്. ഇവിടെ നിന്ന് വേറെ നമുക്കൊന്നും കിട്ടാനില്ല. നമുക്ക് എന്തെങ്കിലും ഇനി അടുത്ത സ്ഥലത്തോട്ട് പോട്ടെ ഗൈസ്. നമുക്ക് ഇനി മൈനുണ്ട്. മൈനിലോട്ട് പോയില്ല ഗൈസ്. മൈനുണ്ട്, റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതാണ് ഗൈസ് രണ്ട് പുതിയ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ മൈനും റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ സ്കൂൾ ഓൾറെഡി നമുക്ക് നേരത്തെ ഉള്ളതായിരുന്നു ഗൈസ്.
നമുക്ക് എന്തെങ്കിലും മൈനിലായിട്ട് പോട്ടെ ഗൈസ്. ഗൈസ് ഈ സ്ഥലം നോക്കി ഗൈസ്, വേറെ ലെവലിട്ട് ഗൈസ്. ഗൈസ് ഇവിടെ ഫുൾ നമ്മൾ ഇനി എന്തെങ്കിലും സെർച്ച് ചെയ്യണം ഗൈസ്. ഇത് വഴിയാണ്, ഇവിടുത്തെ വഴിയെന്ന് അറിയില്ല. ഗൈസ് ശരിക്കും ചെറുതായിട്ട് ഞാൻ പേടിച്ച് ഗൈസ്. പെട്ടെന്ന് ഗൈസ് നമ്മൾ ഞാനാണ് വിചാരിച്ചോലുമില്ല അവിടെ ഉണ്ടാവുമെന്ന്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കയറി വന്ന് നേരെ തിരിഞ്ഞപ്പോൾ ദേ പിടിച്ച് ഗൈസ്. നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മുടെ 2 ലൈഫ് പോയിട്ട് ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഈ വഴി പോവാം ഗൈസ്. ഈ വഴി എന്തെങ്കിലും ഇല്ല ഗൈസ്. അവിടെ ബ്രിക്ക് വെച്ച് അവർ ബ്ലോക്ക് ചെയ്തേക്കാണ് ഗൈസ്. പക്ഷെ എന്ത് പണിയാണ് ഗൈസ് കാണിച്ച് വെച്ചേക്കാണ് ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഇതൊന്നും നശിപ്പിക്കാൻ പറ്റില്ല ഗൈസ്. നമുക്ക് എന്തെങ്കിലും അപ്പോൾ അപ്പുറത്തെ വഴിയായിരിക്കും ഗൈസ്. അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടാവും ഗൈസ് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഗൈസ്, ഇല്ലാണ്ടിരിക്കില്ല ഗൈസ്. നമ്മളെ ഇവിടെ എങ്ങനെയായാലും ഞൊളഞ്ഞാലും നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് ആവും ഗൈസ്. ഗൈസ് ഈ ഡോർ ലോക്കാണ് ഗൈസ്. ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഇത് എറിഞ്ഞ് നോക്കട്ടോ. ബ്രിക്ക് എന്തെങ്കിലും അവിടെ നിന്ന് എടുത്തെന്തെങ്കിലും നന്നായിട്ട് ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ഇനി ബ്രിക്ക് എടുക്കാൻ വേണ്ടി പോകേണ്ടതാണ് ഗൈസ്. ഇവിടെ ഉണ്ടാവും ഗൈസ്, ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഗൈസ്, ഉറപ്പാണ് എനിക്ക്. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ പിടിക്കാൻ വേണ്ടി ഇപ്പം ഉണ്ടാവും ഗൈസ്. നമുക്കതൊന്നും വിഷയമില്ല ഗൈസ്. നമുക്കുണ്ടാകും ഗൈസ് പേടി. നമ്മളെന്തെങ്കിലും ഇപ്പുറത്തെ വഴി കറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എന്തെങ്കിലും കറങ്ങി ഇവിടെ നിന്ന് എന്തെങ്കിലും പോവാം ഗൈസ്. ഇവിടെ നിന്നൊന്നും കാര്യമില്ല, ഇവിടെ ഒന്നും ഇല്ല ഗൈസ്. നമുക്ക് എന്തെങ്കിലും മൈനിലായിട്ട് തന്നെ പോവാം. പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, പിന്നെ സ്കൂളുണ്ട്, പിന്നെ ഫാം നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ അറിയാലോ, നമ്മുടെ വീടാണ് ഗൈസ് നമ്മുടെ ഫാം. നമുക്ക് എന്തെങ്കിലും സ്കൂളിലായിട്ടാണ് വന്നേക്കുന്നത് ഗൈസ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തായിട്ട് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതായിരുന്നു ഗൈസ്. ഇപ്പുറത്ത് അങ്ങനെ എന്തെങ്കിലും പോകട്ടെ ഗൈസ്. ഇതെന്താ ഗൈസ് ക്ലോസ്ഡാ ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഫസ്റ്റ് ഇല്ലായിട്ടേക്ക് ഇങ്ങടേക്ക് ഒരു വഴി ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡർക്ക് എന്തെങ്കിലും അറിയാം ഇങ്ങടേക്ക്. മെയിനായിട്ട് നമുക്ക് ഫസ്റ്റ് അകത്തായിട്ട് കയറാൻ പറ്റില്ലായിരുന്നു, അങ്ങടേക്കായിരുന്നു വഴി. അപ്പോൾ ഞാനത് ഉണ്ടെന്ന് വിചാരിച്ചാണ് ഗൈസ് വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എന്തൊക്കെയാലും പിന്നെ നമ്മൾ ഇതിൻ്റെ അടുത്ത് പൊക്കത്ത കുറച്ച് റൂം സെർച്ച് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഒന്നുകൂടി പോയി നോക്കാം ഗൈസ്. ബാക്കിയെല്ലാം നമ്മൾ സെർച്ച് ചെയ്താന്ന് തോന്നണം. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് താക്കോല് കണ്ടുപിടിക്കണം ഗൈസ്, അതാണ് മെയിൻലി ഗൈസ്. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് വെച്ചാൽ നമ്മൾ ലൈബ്രറിയിലോട്ട് വന്നതാണ് ഗൈസ്. ലൈബ്രറിയിൽ നമുക്ക് കാന്തെടുക്കണമെങ്കിൽ ഒരു ടെക്സ്റ്റ് റീഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്, മനസ്സിലായില്ല ഗൈസ്. അപ്പോൾ ആ ടെക്സ്റ്റ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മൾ ലൈബ്രറി. ഇവിടെ ഏത് ടെസ്റ്റാണ് നമുക്ക് അറിയാം ഗൈസ്. നമുക്ക് ഇവിടെ ഗൈസ് കണ്ട് ഗൈസ് ഫിസിക്സ്. ഗൈസ് ഫിസിക്സിലെ ഗൈസ് ലൈറ്ററും കൊണ്ട് കത്തിച്ച് കഴിയണം എന്നാണ്. കത്തിച്ച് കഴിഞ്ഞാൽ കാന്തികശക്തി കുറയും എന്നാണ് ഗൈസ് നമ്മുടെ ലൈബ്രറിയിൽ ബുക്ക്. ഗൈസ് പെട്ട് ഗൈസ്, തീർന്ന് ഗൈസ്. നമുക്ക് ഈ വഴി കറക്കാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഇപ്രാവശ്യം അങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ മതിയായിരുന്നു ഗൈസ്. മിക്കവാറും ഇടപാട് തീരും ഗൈസ്. ഇല്ല ഗൈസ്, ഇല്ല ഗൈസ്. നമുക്കുണ്ട ഗൈസ് പേടി, നമ്മളാ മക്കള് ഗൈസ്. നമുക്ക് എന്തൊക്കെയാലും ഇനി ലൈറ്ററും കൊണ്ട് അങ്ങോട്ടേക്ക് പോകട്ടെ ഗൈസ്. സ്ഥലത്ത് നമ്മളെത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് എന്തെങ്കിലും നമുക്ക് ഇനി ഇത് ചൂടാക്കാം ഗൈസ്. ഗൈസ് വർക്ക് ചെയ്യേണ്ട ഗൈസ്. കിട്ടി മാഗ്നറ്റ് കിട്ടി ഗൈസ്. നമുക്കിനി എന്തെങ്കിലും ലൈറ്ററിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് എന്തെങ്കിലും മാഗ്നറ്റ് കൊണ്ട് എന്താ കളിയെന്ന് അറിയില്ല. നമുക്ക് എന്തെങ്കിലും മാഗ്നറ്റ് ബാസ്ക്കറ്റ് കൊണ്ടുവന്ന് ഇടാം ഗൈസ്. ചിലപ്പോഴല്ല ഗൈസ്, എന്തെങ്കിലും ആവശ്യം വരും. നമുക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് ഇടാം. പിന്നെ ഗൈസ് നമുക്ക് ഇനി എന്തെങ്കിലും മൈനിലോട്ട് പോകട്ടെ ഗൈസ്. നേരെ നമുക്ക് മൈനിലോട്ട് പോവാം. മൈനുണ്ട്. പിന്നെ അടുത്ത നമുക്ക് എന്തെങ്കിലും റെയിൽവേ സ്റ്റേഷൻ എന്തെങ്കിലും സെർച്ച് ചെയ്യണം. ആദ്യം നമുക്ക് മൈൻ എന്തെങ്കിലും ഫുള്ളും സെർച്ച് ചെയ്യണം കേട്ടോ ഗൈസ്. മൈനിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഗൈസ് മൈൻ. നമുക്ക് എന്തെങ്കിലും ഇപ്പുറത്തെ വഴി പോയിട്ടില്ല ഗൈസ്. നമുക്ക് ഇവിടെ പോയിട്ട് ഫുള്ള് സെർച്ച് ചെയ്യാം ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ ഗൈസ് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ ഗൈസ്. അള്ളിയൻ പൊക്കത്ത് നിൽപ്പുണ്ട്. നമുക്കപ്പോൾ അതിന് അടിയിലിട്ട് മിക്കവാറും പണി പാളൂന്ന് തോന്നുന്നു ഗൈസ്. ഇല്ല ഗൈസ്, നമുക്ക് എന്തൊക്കെയും ഇവിടെ സെർച്ച് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് ഒരു ഗിയർ കിട്ടി. ഗിയറാണ് ഗൈസ് ഇതെന്താ ചാക്ക ഗൈസ്. ഇവിടെ നമുക്കൊരു ചാക്ക് കണ്ടാണ് ഗൈസ്. പിന്നെ ഒരു ഗിയറും കിട്ടി ഗൈസ്. ചാക്ക് നമുക്ക് എന്തിനാണെന്നറിയില്ല ഗൈസ്. ചാക്കിന് വല്ല കീറി നോക്കണോ ഗൈസ്? അതിൻ്റെ ഉള്ളിൽ വേറെ കത്തി വല്ലതും കിട്ടുമോ ഗൈസ്? അറിയില്ല ഗൈസ്. അവിടെ ഒരു ചാക്ക് ഇരിപ്പുണ്ട് ഗൈസ്. പിന്നെ ഒരു ഗിയർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ബാസ്ക്കറ്റ് കൊണ്ടുവന്ന് ഇടാം ഗൈസ്. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ചാക്ക് ഇരിപ്പുണ്ട് ഗൈസ്. അടിയിലാണ് ഗൈസ്. നമുക്ക് എന്തെങ്കിലും ബാസ്ക്കറ്റ് കൊണ്ടുവന്നിടാം. റൈറ്റ് സൈഡിൽ ഒരു ചാക്ക് ഇരിപ്പുണ്ട്. 2 ചാക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം ഗൈസ് നമ്മുടെ ഏണി കയറി വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇത് ചെറിയൊരു സ്ഥലമൊന്നും നോക്കണ്ട. അത് ഇത്ര ചെറിയ സ്ഥലമൊന്നും നോക്കണം ഗൈസ്. നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ അടിയിലായിട്ടൊക്കെ പോട്ടെ ഗൈസ്. നമുക്ക് എന്തെങ്കിലും അടിയിലായിട്ടാണ്. ഇപ്പോൾ പൊക്കത്താണ് എന്തെങ്കിലും, അതുകൊണ്ട് വിഷയമില്ല. സ്റ്റാഫ് അങ്ങോട്ടേക്ക് സ്റ്റാഫാണ്. ഇനി ഇവിടെ അടച്ചുകൂടിയ സ്ഥലത്ത് ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ എന്താണ് ഗൈസ്? ഗ്യാസോലിൻ സോറി ഗൈസ്. ഓയിൽ ക്യാൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓയിൽ ക്യാൻ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഗിയറും കിട്ടി. ഇവിടുന്ന് ഒരു ഓയിൽ ക്യാനും കിട്ടി നമുക്ക് ഗൈസ്. ഇങ്ങോട്ടൊക്കെ ഗൈസ് എന്തൊക്കെ വഴിയാണ് ഇത്? അണ്ടർഗ്രൗണ്ടാണ് ഗൈസ് ഇത്. അല്ല ഗൈസ്, ഇത് പൊക്കത്തേട്ട് ഇത് എനിക്ക് തോന്നുന്നത് എനിക്ക് മനസ്സിലായി ഗൈസ്. ആ ഫ്രണ്ടിൽ തന്നെ നമ്മളെ കാണുന്ന റൂമിലോട്ടുള്ള വഴിയാണ് ഗൈസ്.
നമുക്കൊരു ഓയിൽ ക്യാൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഗൈസ് എന്താണിത്, കാർഗോ ട്രോളിയാ, ഒരു കാർഗോ ട്രോളി ഉണ്ട് ഗൈസ്. നമുക്കത് ഉന്തി വിടാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമ്മൾ ഉന്തി വിട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്താ പറ്റിയത്, ഇടിച്ച് ഗൈസ് എനിക്ക് തോന്നുന്നു ആ ട്രോളി ഉന്തിയിട്ട് അത് പൊട്ടിക്കണം എന്ന് തോന്നുന്നു ഗൈസ്. അതാണ് കളി ഗൈസ്, കളി മനസ്സിലായിട്ടാണ് ഗൈസ്. എന്തെങ്കിലും ആ ട്രോളി ഉന്തിട്ട് അത് പൊട്ടിക്കണം, ആ ഉന്തിടാൻ വേണ്ടി ആ ട്രോളി ഇതാക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. അതിനകത്ത് വെയിറ്റ് ചെയ്ത് കയറ്റണം. അപ്പോൾ എന്തെങ്കിലും ഉന്തിട്ട് പൊട്ടിയില്ല. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മറ്റേ അരിഞ്ചാക്ക് കൊണ്ടുവന്ന് ഇടണം ഗൈസ്. അതാണ് സംഭവം കളി ഗൈസ്. ഗൈസ് ഇതിന് എന്തെങ്കിലും ഇത് പൊക്കത്തിട്ട് വരില്ല ഗൈസ്, അറിയില്ല ഗൈസ്. ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് ഉന്തണം ഗൈസ്, ഇവിടെ നിന്ന് ഉന്തി നമ്മൾ സെറ്റ് ചെയ്യണം ഗൈസ്. അപ്പം ഞാൻ എന്തൊക്കെയാലും ഇല്ലേ ആ മൂന്ന് സാധനം ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അരിഞ്ചാക്ക് 3 അരിഞ്ചാക്ക് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഇനി എന്ത് ഉന്തി നോക്കട്ടെ ഗൈസ്. ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്, അടുത്ത് തന്നെ ഉണ്ട് ഗൈസ്. ഗൈസ് പൊട്ടി ഗൈസ്. നമുക്ക് ഇനി എന്തെങ്കിലും അതിൻ്റെ ഉള്ളിലായിട്ട് പോകട്ടെ ഗൈസ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്തൊക്കെയാണ് നോക്കട്ടെ ഗൈസ്. ഇവിടെയൊക്കെ വെച്ച് പിടിക്കണമല്ലോ ഗൈസ്. ഗൈസ് ഇവിടെ ഒരു ട്രോളി ഉണ്ട് കേട്ടോ ഗൈസ്. ട്രോളി നമുക്ക് ഇനി ട്രോളി ഇത് എന്താണ് മിസ്സിങ് എന്നാണ് പറയുന്നത്. ഇതിനകത്തൊരു ഗിയർ മിസ്സിങ് ഉണ്ട്. ഗൈസ് നമുക്ക് ആദ്യം തന്നെ ഒരു ഗിയർ കിട്ടി, നമ്മുടെ ബാസ്ക്കറ്റിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഗിയർ ഇതിനിവിടെ വെച്ചെടുക്കണമെന്നാണ് ഗൈസ്. പിന്നെ വണ്ടി പവറാവുന്നതാണ്. ഈ ട്രോളി കൊണ്ട് എന്താ കാര്യമെന്ന് എനിക്കറിയില്ല ഗൈസ്. പിന്നെ ഇത് നമ്മൾ ഉന്തി ഇപ്പോൾ കൊണ്ടുവന്ന് ഇട്ടാണ് ഗൈസ്. അവിടെ ഒന്നുമില്ല. നമുക്ക് ഈ വഴി പോവാനാണ്. കുറച്ച് ഡാർക്കാന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ട്രോളിലായിരിക്കും പോവേണ്ട ഗൈസ്. അപ്പോൾ എന്തെങ്കിലും ട്രോളിൽ നമുക്ക് ആ ഗിയർ കൊണ്ടുവന്ന് വെക്കട്ടെ ഗൈസ്. ഇവിടെ വല്ലതും ഉണ്ടോ ഗൈസ്? എനിക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ പിടിക്കണമല്ലേ. അപ്പോൾ കളറാവും, ഫുള്ള് കളർഫുള്ളായിരിക്കും ഗൈസ്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഈ വഴി കറങ്ങി പോട്ടെ ഗൈസ്. എവിടെ നിന്നാണ് എങ്ങനെയാണ് പുള്ളി വന്നതെന്നൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഇവിടുന്ന് ഗിയർ എടുക്കാം. എന്താ ഗൈസ് കുറേ സാധനമൊക്കെ ഉള്ളതുകൊണ്ട് ഗിയർ ഇട്ടി ഗൈസ്. ഗിയർ ഇട്ടി നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ മാഗ്നറ്റും ഉണ്ട്. പിന്നെ എന്താണ്ട് ഒരു സംഭവമുണ്ട്, എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അന്ന് കൊതുകിൻ്റെയൊക്കെ പടം കാണിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കൊതുകിനെയൊക്കെ എന്താണ് സംഭവമായിരിക്കും. പിന്നെ നമുക്ക് ഗിയറിട്ട് നമ്മൾ പോകട്ടെ ഗൈസ്. ഗിയർ നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും വണ്ടിയിലേക്ക് കയറി ഇരിക്കാം. ട്രോളി വണ്ടിയല്ല ഗൈസ്, ട്രോളി. ഇതെങ്ങനെ ഓടിക്കണ്ടേ ഗൈസ്? ഇവിടെ ഒരു സ്റ്റിയറിംഗ് ഉണ്ട്. അതെങ്ങനെയാണ്? അതിങ്ങനെ തിരിക്കണോ? എന്താ ഗൈസ്, എന്ത് പതിയാണ് ഗൈസ് പോണേ. ഇവൻ പറയാണ് ഗൈസ് ഇതിനകത്ത് ഗ്രീസ് ഒഴിച്ചിടൊക്കെ ഇവൻ പറയുന്നുണ്ട്. അല്ലാണ്ട് നമ്മൾ അപ്പോൾ അതിങ്ങനെ പോയി കഴിഞ്ഞാലൊന്നും നടക്കില്ല എന്നാണ് അവൻ പറയണത് ഗൈസ്. അപ്പോൾ ഗ്രീസ് ഒഴിക്കണം. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് ഓയിൽ കിട്ടിയിട്ടുണ്ട്. ഓയിൽ നമുക്ക് ഇവിടെ അടി നമുക്ക് കിട്ടിയാൽ നമുക്ക് ആ ഓയിൽ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കട്ടെ ഗൈസ്. ഒയ്യോ ഗൈസ് പെട്ട് എൻ്റെ പൊന്ന് ജസ്റ്റ് മിസ് ഗൈസ്. ജസ്റ്റ് ഒരു ലക്കിലായിട്ട് നമ്മൾ രക്ഷപ്പെട്ടു. ജസ്റ്റ് ഒരു ലക്കിൽ. എന്താണ് ഒരു ലക്ക്? ഗൈസ് ഇത് എംറ്റി ഓയിലാണ് ഗൈസ്. എംറ്റി ഓയിൽ ക്യാനാണ് ഗൈസ് സംഭവം. ഓയിൽ എംറ്റിയാണ്. അപ്പോൾ നമ്മളിനി അത് ഓയിൽ നിറയ്ക്കണം. അപ്പോൾ അതാണ് ഗൈസ് കേട്ടാ. അവിടെ നിന്ന് ഇപ്പം ഇടാ ഫ്രണ്ടിലോട്ടുണ്ട്, അടിയിലോട്ട് പോട്ടെ ഗൈസ്. എന്തൊക്കെയാലും നമ്മളിപ്പോൾ പോകുന്ന റിസ്ക്കാണ്. ഗൈസ് അടിയിലോട്ട് പോയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തെങ്കിലും സാധനം ഇട്ട് നമുക്ക് ഇവിടെ നിന്ന് വിടാം ഗൈസ്. നമുക്കിനി എന്തൊക്കെയാലും പോവാത്ത സ്ഥലം എന്ന് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണ് ഗൈസ്. എന്തെങ്കിലും നമുക്ക് ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. ബാക്കി നമ്മൾ എല്ലാ സ്ഥലത്തും പോയതാണ്. നമുക്കിനി എന്തെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ സെർച്ച് ചെയ്യാനുണ്ട്. എന്തെങ്കിലും അങ്ങോട്ടേക്ക് പോട്ടെ ഗൈസ്. ഇതാണ് ഗൈസ് റെയിൽവേ സ്റ്റേഷൻ. രാത്രി ആട്ടാ. അതാണ് നമ്മളിപ്പോൾ കളിക്കുന്നത് വെച്ചാൽ രാത്രിയാണ്. നമ്മൾ ഫസ്റ്റിൽ കളിച്ചതെന്ന് വെച്ചാൽ മോർണിംഗ് ആയിരുന്നു, സണ്ണായിരുന്നു. ഇപ്പോൾ മൂണായി ഗൈസ്, ഡാർക്കായി, കളി ഡാർക്കായി വരുന്നുണ്ട്. ഗൈസ് പെട്ടു. എൻ്റെ പൊന്നോ ഇതെന്താ ഗൈസ്. ഗൈസ് ഇപ്പം പിടിച്ചതിനുണ്ട ഗൈസ്. ഇത് കരുമ്പോൾ തന്നെ നമ്മൾ സ്ഥലത്തിട്ട് ഇറങ്ങിയില്ല, അപ്പം തന്നെ നമ്മൾ ഓടിച്ചു പറഞ്ഞാണ് ഗൈസ്. നമുക്ക് ഇവിടെയൊക്കെ സെർച്ച് ചെയ്യണം. ഇവിടെയൊക്കെ കുറേ വീടുകൾ പോലെ സംഭവമൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ സെർച്ച് ചെയ്യണം. അവിടെ നിന്നൊന്നുമില്ല ഗൈസ്, ഇവിടെ ഒന്നുമില്ല, കാണില്ല, പുള്ളീനെ കാണില്ല. നമുക്ക് എന്തൊക്കെയാലും ഗൈസ് ഇവിടെയൊക്കെ ഒരു ഏരിയ ഉണ്ട്, ചെറിയൊരു ഏരിയ ഉണ്ട്. അത് ഇവിടെ ഒന്നും എടുക്കാനില്ല. അതൊക്കെ തന്നെ ന്യൂസാണ്. ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ഫുള്ള് സെർച്ച് ചെയ്യട്ടെ ഗൈസ്. ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചൂടെ ഗൈസ്. ഇവിടെ ഒന്നും വെച്ചിട്ടില്ല ഗൈസ്. നമുക്ക് ഈ ഏരിയയൊക്കെ ഫുള്ള് സെർച്ച് ചെയ്യട്ടെ. ഇതിൻ്റെ പൊക്കത്തൊന്നുമില്ല ഗൈസ്. ഇവിടെ ഒന്നുമില്ല. ഗൈസ് ഇവിടെ എന്താണത്? ഓയിൽ ടാങ്ക് ഇട്ട ഗൈസ്. ഫൈനലി നമ്മൾ ഓയിൽ ടാങ്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ടാങ്കിൽ പൈപ്പില്ല. പൈപ്പ് നമ്മൾ വെക്കണം. നമുക്ക് ഓൾറെഡി ഫസ്റ്റ് നമുക്ക് പൈപ്പ് കിട്ടിയതാണ്. പൈപ്പ് നമ്മളിവിടെ ഇട്ടേക്കുന്നുണ്ട്, നമ്മുടെ ഫാം ഹൗസിൽ ഇട്ടേക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ ഫ്രണ്ടിൽ തന്നെ. നമുക്ക് ഈ വഴി കറങ്ങി പോട്ടെ ഗൈസ്. കറക്കി എന്തൊക്കെയല്ല അവനെ വിടാം ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് കറക്കാട്ടാ അവനെ. ആണ്ട് ഈ വഴി നമുക്ക് പുറത്തിട്ട് വരാം ഗൈസ്. പിന്നെ ഇവിടെ ഒരു വീടുണ്ട് ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം ഗൈസ്. പിടിക്കോ അറിയില്ല ഗൈസ്. എന്തെങ്കിലും വീണ്ടും ഉള്ളിലേക്ക് കയറി നോക്കട്ടെ ഗൈസ്. ഇവിടെ ഞാൻ ഡോറടിച്ചിട്ടേക്ക് ഗൈസ്. ഇവിടെ എന്താണ്, ഇവിടെ ഒന്നുമില്ല ഗൈസ് എടുക്കാനായിട്ട്. വെറുതെ പറ്റിപ്പ് ഗൈസ്. ഇങ്ങോട്ട് ഒരു ഡോറുണ്ട്, ഈ ഡോറ് തുറന്നാക്കട്ടെ ഗൈസ്.
ഇവിടെയും കാര്യമായിട്ട് ഇവിടെ എന്താണ് ഗൈസ്, എന്താണത് ഗൈസ്? ഓ ലോക്ക് പിക്ക് ഗൈസ്, ഒരു ലോക്ക് പിക്ക് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്. ലോക്ക് പിക്ക് കൊണ്ട് ഇനി എന്ത് ചെയ്യാനാണ് ഗൈസ്? നമുക്ക് ഓഫീസ് റൂം തുറക്കാൻ പറ്റും ലോക്ക് പിക്ക് കൊണ്ട്, അറിയില്ല ഗൈസ്. നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. നമ്മുടെ തൊട്ട് പുറകെ ഉണ്ട് കേട്ടോ ആള്, തൊട്ട് പുറകെ ഉണ്ട്. ഇതേ ഫ്രണ്ടിൽ തന്നെ ഇപ്പം ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ കുറേ നമുക്ക് ഒന്നുകൂടെ കറക്കാട്ടെ ഗൈസ്, കറക്കിയിട്ട് നേരെ പോവാം. ഇത് ചെറിയൊരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മളെ കണ്ടുപിടിക്കണം ഗൈസ്, അതാണ് ശോകം. ചെറിയൊരു ലെയറിൻ്റെ വീടുന്ന കുറച്ചുകൂടി വലിയ ഏരിയയാണ്, അതേപോലത്തേക്ക് ഏരിയ വേണം ഗൈസ്. അങ്ങനെയാണ് വിഷയമില്ല. ഇത് ചെറുതായതുകൊണ്ട് പെട്ടെന്ന് കാണും ഗൈസ്. നമുക്കെന്തെങ്കിലും ലോക്ക് പിക്ക് നമുക്ക് ഇവിടെ ഇടാം ഗൈസ്, ഇവിടെ ഇടാം. 3 സാധനങ്ങളുണ്ട്. നമുക്ക് പൈപ്പ് എന്തെങ്കിലും എടുത്തിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ കട്ട് ചെയ്യേണ്ടത് നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇങ്ങനെ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, കാരണം അത്ര കുറച്ചുകൂടി ഇപ്പോൾ തന്നെ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയണം ഗൈസ്. നമ്മളവിടെ പൈപ്പ് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്, പിന്നെ നമുക്ക് ഓയിൽ ക്യാൻ എടുക്കണം ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ പറ ഇങ്ങനെ കട്ട് ചെയ്യണം. പിന്നെ ഇതിപ്പോൾ വലിയ ലെങ്ത്താണ്, അപ്പോൾ ഞാൻ ഇനി ഒരു ഗെയിം പ്ലേ ഒറ്റ വീഡിയോയിൽ ഇതാക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഭാഗങ്ങൾ നമുക്ക് മെയിൻലി ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാ ഭാഗങ്ങളും ഞാൻ കട്ട് ചെയ്ത് തന്നെ കളയാം ഞാൻ. പിന്നെ നിങ്ങൾക്ക് കൂടിയും ഇത് ഫസ്റ്റത്തെ വീഡിയോ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ മെയില് കുറേ കാര്യങ്ങളൊന്നും കട്ട് ചെയ്യാതിരിക്കുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്ത്ത് കുറച്ച് ഗൈസ് പെട്ട് നമുക്ക് എന്തെങ്കിലും ഇവിടെ ഹൈഡ് ചെയ്ത് വെക്കട്ടെ ഗൈസ്, ഹൈഡ് ചെയ്ത് വെക്കാം. ഞാൻ പിന്നെ എന്താ പറഞ്ഞത് ഗൈസ്, കട്ട് ചെയ്യണേ ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ അത് ഫസ്റ്റത്തെ വീഡിയോ ആണ്, ഫസ്റ്റത്തെ വീഡിയോ അല്ല, നമ്മുടെ ടോർട്ടൽ 2 ഫസ്റ്റത്തെ വീഡിയോ. അപ്പോൾ അതാ ഇപ്പം തന്നെ കുറച്ചധികം ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ അധികം ലെങ്ത്തിൽ ഇടണ്ടല്ലോ എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഇതെന്തെങ്കിലും ഇത് 2 പാർട്ട് എന്തെങ്കിലും ഉണ്ടാവും ഇതിൻ്റെ. അപ്പോൾ അതോ അങ്ങനെ 2 പാർട്ടായിട്ട് വരുന്നത് അത് ഒറ്റ പാർട്ടിൽ അവസാനിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. ഒറ്റ പാർട്ടിൽ അവസാനിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു ഞാൻ അങ്ങനെ എല്ലാം ലെങ്ത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലും നമ്മൾ റെഡിയാക്കുന്നതാണ് ഗൈസ് പോയിട്ടുണ്ട് ഗൈസ്. ഞാൻ എന്തൊക്കെയില്ലേ അവിടെ എത്തട്ടെ ഓയിൽ ക്യാനും കൊണ്ട് എന്തെങ്കിലും ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്, ഓയിൽ ക്യാനും കൊണ്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി വണ്ടി പവറായിരിക്കും നമ്മുടെ ട്രോളി. നമുക്ക് ഞാൻ എന്തെങ്കിലും ട്രോളിയും കൊണ്ട് പോകട്ടെ, ട്രോളിയും കൊണ്ട് എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല ഗൈസ്. നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം. ഗൈസ് ഇപ്പം നന്നായിട്ട് പോകണ്ട, നല്ല അത്യാവശ്യം ഫാസ്റ്റ് ഉണ്ട് ഗൈസ്. ഗൈസ് അത്യാവശ്യം ഫാസ്റ്റൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഗൈസ് ഇവിടെയൊക്കെ എന്താണ്ടൊക്കെ സംഭവമൊക്കെ ഉണ്ടാവും. നമുക്ക് ബാക്ക് എടുക്കട്ടെ ഗൈസ്. ബാക്ക് എടുക്കുക, ബാക്ക് എടുക്കട്ടെ. ഗൈസ് ഇവിടെയൊക്കെ ഒരു ഏരിയ ഉണ്ട്. ഗൈസ് നമുക്ക് ഒരു ഇഷ്യൂ ഉണ്ട്, വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല ഗൈസ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങാനുള്ള ഓപ്ഷൻ ഇല്ല. അതാണ് ഗൈസ് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് വണ്ടി റിവേഴ്സ് എടുത്തത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല ഗൈസ്, നമുക്ക് ഇതിൻ്റെ എൻഡിൽ മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ ഗൈസ്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഫ്രണ്ടിലോട്ട് പോവാട്ടോ. ഗൈസ് വണ്ടി കുറച്ച് അവിടെയൊക്കെ എന്താണ്ടൊക്കെ ഇരിപ്പുണ്ട്, എന്താണ്ടൊക്കെ സംഭവമൊക്കെ ഉണ്ട്. ഇവിടെ ഫുൾ ലൈൻ കമ്പിക്ക് വെച്ചിട്ടുണ്ട് ഗൈസ്. എന്താ സംഭവം എന്നറിയില്ല ഗൈസ്. ഗൈസ് ഏരിയക്ക് നോക്കി ഗൈസ്, ഗ്രാഫിക്സ് ഒക്കെ കൊള്ളാമല്ലേ ഗൈസ്. ഗൈസ് എത്തിയില്ല ഗൈസ്. ഇതെന്താ ഗൈസ് എത്താത്തത്, എന്തോരം ദൂരമാണ് ഗൈസ്. ഗൈസ് ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെയൊക്കെയാണ് ഗൈസ് നമ്മൾ വന്നേ. ഇവിടെ എന്താ ഗൈസ്, ഇവിടെ എന്താ കിട്ടണമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഇവിടെ ഫുള്ളും സ്പൈഡർ വെബാട്ടോ ഗൈസ്. അപ്പോൾ നമ്മളത് ഇങ്ങനെയൊക്കെ എടുക്കണേ എന്തെങ്കിലും ചെയ്യണം അവിടെ. എന്തിനാണ് ഗൈസ് എനിക്ക് തോന്നുന്നേ നമ്മുടെ കയ്യിൽ മറ്റേ ഫസ്റ്റ് നമുക്ക് സ്പ്രേ കിട്ടിയില്ലേ, ചിലപ്പോൾ ആ സ്പ്രേ ഇവിടെ സ്പ്രേ ചെയ്യണമായിരിക്കുമോ ഗൈസ്. നമുക്ക് എന്തെങ്കിലും നോക്കട്ടെ ഗൈസ്. വണ്ടി കുറച്ച് വലിവ് കുറവുണ്ടോ ഗൈസ്? വലിവ് കുറവുണ്ട് ഗൈസ്. പഴയ വണ്ടിയാണ് ഗൈസ്, പഴയ ട്രോളിയാണ്. കയറ്റം ഗൈസ്, ഈ കയറ്റം വലിയ ഗൈസ്. കയറ്റം ഫൈനൽ നമ്മൾ വലിഞ്ഞിട്ടുണ്ട് ഗൈസ്. കയറ്റമൊക്കെ വലിയ നമ്മൾ പണ്ടത്തെ ട്രോളായാലും പവറാണ്. പിന്നെ ഇറക്കമാണ് ഗൈസ്, ഇറക്കത്ത് പുലിയാണ് ഗൈസ്. പിന്നെ ഇത് കറക്കി എന്താണ് ഗൈസ്, ഇവർക്ക് നല്ല എൻജിൻ സെറ്റ് ചെയ്തൂടെ ഗൈസ്. കറക്കി ഇല്ല മൈൻഡിലൊക്കെ പിന്നെ എൻജിനാ എന്താ. ഗൈസ് വവ്വാല് ഗൈസ്, ഫുള്ളും വവ്വാലൊക്കെയാണ്. കോസ്മിക്കലാണ് നമ്മളിങ്ങനെ കണ്ട, സ്പൈഡർമാനെ കണ്ടെന്നൊക്കെയാണ് പറയണത്. ഇവൻ എന്ത് തേങ്ങയൊക്കെ പറയണമെന്ന് നമുക്ക് തന്നെ അറിയില്ല ഗൈസ്. എന്തെങ്കിലുമൊക്കെ പറയട്ടെ ഗൈസ്, നമുക്ക് എന്തെങ്കിലും നമുക്ക് ആ സംഭവം എടുത്തിട്ട് വരാട്ടെ ഗൈസ്. വണ്ടി ഇടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി എന്തെങ്കിലും നമ്മുടെ സ്പ്രേ എടുത്തിട്ട് വരാട്ടെ. ഫ്രണ്ടിലെല്ലാം ഉണ്ട് ഗൈസ്. ഇല്ല ഇവിടെ ഉണ്ട് ഗൈസ്. ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വെച്ച് ജസ്റ്റ് മിസ്സിൽ നമ്മൾ രക്ഷപ്പെട്ടാണ്. ഗൈസ് നമ്മൾ ഫൈനലി ആ സാധനം എടുത്തിട്ടുണ്ട്. ആ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മറ്റവിടെയാണ് ഇട്ടത്. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു ഗൈസ്. വീഡിയോ കുറച്ചുകൂടി ലെങ്ത് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ സാധനം എടുത്തിട്ട് നമ്മുടെ ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്.
എത്തും ഗൈസ്. ഗൈസ് വലിയ വണ്ടിക്ക് വലിയ കുറവാട്ടോ ഗൈസ്. അപ്പോൾ പിന്നെ ഗൈസ് വീഡിയോ കണ്ടുകൊണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യട്ടെ ഗൈസ്. കഷ്ടപ്പെട്ട് കളിക്കുകയാണ് ഗൈസ്. അപ്പോൾ സബ് ചെയ്തവരുണ്ട് സബ് ചെയ്ത് കൂടെ കൂട്ടിക്കോ. അപ്പോൾ ഇതിൻ്റെ പാർട്സ് അപ്പോൾ സബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ഇടാം. അപ്പോൾ അതെന്ന് വെച്ചാൽ അടുത്ത പാർട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാട്ടോ ഗൈസ്. ഈ സംഭവം സ്പ്രേ ചെയ്യട്ടെ ഗൈസ്. ഇല്ല ഗൈസ്, ഇതല്ല ഗൈസ്, വേറെ എന്താണ്. ഗൈസ് ചിലന്തി. ഗൈസ് അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ പിന്നെ കയ്യിൽ പിന്നെ നമുക്ക് ലൈറ്ററും കൊണ്ട് വല്ല കത്തിച്ചളയണോ ഗൈസ് ഈ വെബ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കേട്ടോ ഗൈസ് കളി. ഈ സംഭവം എല്ലാവരും ഗൈസ് അങ്ങടേക്കൊന്നും പോകാൻ പറ്റില്ല ഗൈസ്. ഇല്ല ഗൈസ്, ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ആ സംഭവം അവിടെ നിന്നാണ് കളി ഉണ്ട്, എന്നാലാണ് ചിലപ്പോൾ അങ്ങടേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു ഗൈസ്. അപ്പം ഞാൻ എന്തൊക്കെയാലും ഇതെടുത്തിട്ട് വരാം കേട്ടോ ഗൈസ്. എന്ത് നമുക്ക് ലൈറ്റർ എടുത്തിട്ട് വരാം. ലൈറ്ററും കൊണ്ടായിരിക്കണം ഗൈസ്, അല്ലെങ്കിൽ പിന്നെ എന്തെയാണെന്ന് അറിയില്ല ഗൈസ്. ലൈറ്റർ കൊണ്ടാണെന്ന് എനിക്ക് തോന്നണം ഗൈസ്. നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ആയിരിക്കും. നമ്മളെന്തെങ്കിലും ലൈറ്ററൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ലൈറ്ററും മറ്റു സംഭവം എടുത്തിട്ടുണ്ട്. എന്ത് സംഭവം? എൻ്റെ സ്പ്രേ. കാരണം ലൈറ്റർ കൊണ്ട് അത് കത്തിച്ചിട്ട് ചിലന്തിനെ ആ സ്പ്രേ അടിക്കണോന്ന് അറിയില്ല ഗൈസ്. എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നമ്മൾ വണ്ടിയോട് തിരിച്ചു പോകാൻ വയ്യ ഗൈസ്. ഇതിനകത്താണെങ്കിൽ 3 സംഭവം നമുക്ക് ഇടാം, അതുകൊണ്ട് വിഷയമില്ല ഗൈസ്. സംഭവങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. വണ്ടി ഇതേ എത്തി ഗൈസ്, നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മൈനിങ് ഏരിയ കേട്ടോ ഗൈസ്. ഇവരെന്താണ് ഇവിടെ മൈൻ ചെയ്യണമെന്ന് അറിയില്ല ഗൈസ്. നല്ല മറ്റേ ഇതായിരിക്കും ഗൈസ്, സ്വർണ്ണോ KGF ആണ് ഗൈസ് ഇത്. ഗൈസ് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈറ്റർ എടുക്കാം ഗൈസ്. ലൈറ്റർ പോരട്ടെ ഗൈസ്. നമുക്ക് ഇനി എന്തുകൊണ്ട് കത്തിച്ച് നോക്കാം ഗൈസ്. ഗൈസ് രക്ഷപ്പെട്ട് ഗൈസ്. ലൈറ്ററും കൊണ്ടാണ് ഗൈസ്, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഇടണോ തന്നെ. ഇവിടെ എന്താ ഗൈസ് ഇത്? സ്വിച്ച് ഓൺ ആക്കാൻ ഗൈസ്. സംഭവം മനസ്സിലായ ഗൈസ്. ലൈറ്റർ നമുക്ക് ഇനി ആവശ്യമില്ലാന്ന് തോന്നണം ഗൈസ്. നമ്മൾ 2 പ്രാവശ്യം യൂസ് ചെയ്ത് ഗൈസ്. ഇനി ആവശ്യമാവാൻ ചാൻസ് ഇല്ല ഗൈസ്. ഇവിടെ ഇട്ടേ ഗൈസ്. നമുക്ക് എന്തെങ്കിലും സാധനം ഇടാട്ടോ ഗൈസ്. ഒടിഞ്ഞു പോയാ ഗൈസ്. ഉയ്യോ ഗൈസ്, എന്താ ഗൈസ്, എന്താ അവസ്ഥയാണ് ഗൈസ്. സംഭവം ഒടിഞ്ഞോ ഇല്ല ഗൈസ്. ലൈറ്റ് കത്തി. ആവറേജ് ലൈറ്റ് കത്തിയില്ലാന്ന്. ഇങ്ങനെയൊക്കെ ഒരു വഴിയുണ്ട് കേട്ടോ ഗൈസ്. ഇതൊക്കെ വഴിയുണ്ടെന്ന് അറിയാം. നമ്മൾ ലൈറ്റ് കത്തുന്ന നമ്മൾ പോകുന്നത്. നമ്മൾ ബ്രിക്ക് എടുത്ത് കൈ പിടിച്ചാൽ കേട്ടോ ഗൈസ്. ഇവിടെ നിന്ന് അവൻ്റെ ശബ്ദം കേൾക്കണ്ട കേട്ടോ. അവൻ ഇവിടെ എങ്ങനെ വന്നു ഗൈസ്? അവനിവിടെ എങ്ങനെ വന്നു? നമുക്ക് അവനെങ്ങനെയും പറന്നു വരുവൻ. നമ്മളാണ് ഇത് ഗൈസ്. ഇവിടെ ഫുള്ളും വെള്ളത്തിൽ എറുത്തിട്ട് വെച്ചേക്കണ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കണ്ടുപിടിക്കണം അങ്ങോട്ടേക്ക് പോവാൻ, ആ എർത്ത് കളയാൻ വേണ്ടിയിട്ട് ഗൈസ്. ഇവിടെ ഫുള്ള് എർത്ത് നമ്മൾ ഇട്ടതിന് മിക്കവാറും നമ്മൾ ഡെഡാവും. കൺഫേം ആണ്, ഡെഡാവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അവനിവിടെ ഉണ്ട് ഗൈസ്. ഇവിടെ എവിടെങ്ങാണ്ട് ഉണ്ട് ഗൈസ്. അവന് ലിഫ്റ്റ് വഴി വന്ന സ്റ്റാഫ് ഫുള്ളി. ഉയ്യോ ഗൈസ്, പെട്ട് ഗൈസ്, പിടിച്ചു ഗൈസ്. നമുക്ക് ഇനി എത്ര ലൈഫ് ഉണ്ടെന്ന് നോക്കട്ടെ ഗൈസ്. നമുക്ക് ഇനി 2 ലൈഫ് ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നെന്തെങ്കിലും അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ എപ്പിസോഡ് അപ്പോൾ ഇവിടെ ജോയിൻ്റ് അപ്പ് ചെയ്തല്ല ഗൈസ്. എന്തെങ്കിലും അടുത്ത വീഡിയോയുടെ അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ ബൈ ഗൈസ്.